ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ അൺബോക്സിംഗ് മാത്രമല്ല, ഇത് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ, പിന്നെ യൂട്യൂബ് ഇതിൽ ഡിഫോൾട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് എങ്ങനെ നമുക്കിതിൽ പ്ലേ ചെയ്യാം, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട്. റിമോട്ടിൽ നമുക്ക് വോയിസ് സെർച്ച് ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ റിമോട്ട് ആപ്പ് നമുക്ക് വേണമെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ ടൈപ്പിംഗ് ഒക്കെ ഒന്നും കൂടി ഈസി ആവും. പിന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ടി വിയിൽ മലയാളം ലൈവ് ടി വി ചാനൽ കാണാം എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫയർ ടി വി സ്റ്റിക്ക് ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ആമസോൺ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് 3999 രൂപയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫയർ ടി വി സ്റ്റിക്ക് എന്താണ് എന്നറിയാത്തവർക്ക് ഇത് നമ്മുടെ നോർമൽ ടി വി സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിവൈസാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടി വിയിൽ HDMI പോർട്ട് വേണം. ഇപ്പോൾ വരുന്ന സാധാരണ LCD LED ടി വികളിലൊക്കെ നമുക്ക് HDMI പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനും വേണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ സൈഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അലക്സ എന്നുള്ളത് നമ്മുടെ വോയിസ് സെർച്ചിങ് ഫീച്ചറാണ്. പിന്നെ കൊടുത്തിട്ടുണ്ട് 1080p എന്നുള്ളത്, അതായത് ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ കൊടുത്തിട്ടുണ്ട് ഡോൾബി ഓഡിയോ എന്നുള്ളത്, അതായത് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാഡ് കോർ പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നമുക്കിവിടെ താഴത്ത് നോക്കിയാൽ കാണാം വാട്ട്സ് നീഡഡ് എന്നുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വിത്ത് വൈഫൈ എന്നുള്ളത്, അതായത് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. കൂടാതെ ഒരു HDMI പോർട്ടുള്ള ഒരു ടി വിയും വേണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മുടെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് സൈഡിലോട്ട് വെക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഒരു ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. പിന്നെ ഈ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു അഡാപ്റ്റർ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ ടി വി ഇപ്പം ചുമരിൽ വെച്ചിരിക്കുന്ന ടി വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫയർ ടി വി സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യണം, എന്നിട്ട് മാത്രമേ ഈ ഒരു ഫയർ ടി വി സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് നോക്കിയാൽ 2 ബാറ്ററി ലഭിക്കുന്നുണ്ട്. നമ്മുടെ റിമോട്ടിനുള്ള 2 ബാറ്ററിയാണ്, അതും മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ റിമോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. ആ റിമോട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ ചാർജറിൻ്റെ അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. ആമസോണിൻ്റെ ഒറിജിനൽ സാധനമാണ്. അപ്പോൾ അതും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് ലഭിക്കുന്ന സാധനം നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ടി വിയിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടി വിയുടെ HDMI പോർട്ടിലോട്ട് ആമസോൺ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ HDMI പോർട്ട് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ടി വിയുടെ ബാക്കിൽ എടുത്ത് നോക്കിയാൽ കാണാം, ഇങ്ങനെ ഒരു പോർട്ട് വരുന്നു. ഇതാണ് HDMI പോർട്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ആമസോണിൻ്റെ ആ ഒരു ഫയർ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ കാണാം, അതിലോട്ട് നമ്മുടെ ആ ഒരു കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു അഡാപ്റ്റർ പവർ പ്ലഗിൽ കുത്തുക. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ അതേ ഒരു ചാർജറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് അല്ല. ഇത് നമ്മുടെ പവർ പ്ലഗിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. ഇതിൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും ബാറ്ററീസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം HDMI പോർട്ടിലോട്ട് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്താൽ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ HDMI എന്നുള്ള ആ ഒരു സെക്ഷൻ അത് ഓണാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ ടി വിയിൽ റിമോട്ടിൽ സോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ടി വിയുടെ റിമോട്ടിൽ ആ ഒരു സോഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് HDMI എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് HDMI ഓണാക്കി വെക്കുക. ഓണാക്കിയാൽ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ എന്നുള്ള ഓപ്ഷൻ, അതായത് റിമോട്ടിൽ ഈ ഒരു പ്ലേ ഞെക്കിയാൽ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കാനിങ് ഫോർ നെറ്റ്വർക്ക് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ നല്ലൊരു വൈഫൈ നെറ്റ്വർക്ക് വേണ്ടതാണ്. എൻ്റെ വീട്ടിൽ കേരള വിഷൻ്റെ വൈഫൈ ആണുള്ളത്. അപ്പോൾ 588 രൂപയുടെ പ്ലാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 10 MB/s അൺലിമിറ്റഡ് പ്ലാനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിക്കുക, കണക്റ്റ് കൊടുക്കുക.
അപ്പോൾ ഞാൻ കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആമസോൺ അക്കൗണ്ട് ഇതിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ആമസോൺ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് സൈൻ ഇൻ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആമസോൺ എന്നുള്ള ഒരു ആപ്പിൽ യൂസ് ചെയ്യുന്ന അതേ ഒരു അക്കൗണ്ട് മതി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആമസോൺ അക്കൗണ്ടിലോട്ട് സൈൻ ഇൻ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ആമസോൺ അക്കൗണ്ടിലോട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രജിസ്റ്ററിങ് വിത്ത് യുവർ ആമസോൺ ഫയർ TV എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ സേവ് പാസ്വേഡ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതേ ഒരു വൈഫൈ തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സേവ് പാസ്വേഡ് എന്നുള്ളത് യെസ് കൊടുക്കുകയാണ്. യെസ് കൊടുത്തപ്പോൾ നമ്മളോട് പാരൻ്റൽ കൺട്രോൾ അത് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നോ കൊടുക്കുകയാണ്. അപ്പോൾ പ്രിപ്പയറിങ് റിമോട്ട് ഫോർ സെറ്റപ്പ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ടിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സൗണ്ട് ഇതുമേലല്ല കുറയുന്നത്, നമ്മുടെ TV-യിലാണ് സൗണ്ട് കുറയുക. ഈ ഒരു റിമോട്ടിൽ ഞെക്കിയാലും നമ്മുടെ TV-യുടെ സൗണ്ടാണ് കുറയും കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് TV-യുടെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എസ് കൊടുത്തു. റിമോട്ട് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആമസോണിൻ്റെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വോയിസ് സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റിമോട്ട് നോക്കിയാൽ കാണാം വോയിസ് സെർച്ചിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അതുപോലെ തന്നെ സോണി ലൈവ് ഇതുപോലുള്ള ആപ്പിലൊക്കെ നമുക്ക് വോയിസ് സെർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ചില ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ ആവശ്യമാണ്, അതുപോലെ തന്നെ സോണി ലൈവ് ആവശ്യമാണ്, FTV ആവശ്യമാണ്. അങ്ങനെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ആവശ്യമുള്ള ആപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഫയർഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാവും. അത് എന്തായാലും സെലക്ട് ചെയ്യുക. കാരണം യൂട്യൂബ് പ്ലേ ചെയ്യാൻ ആ ഒരു ആപ്പ് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക, പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്താൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. ഫിനിഷ് കൊടുക്കുക. സെറ്റപ്പ് ലേറ്റർ എന്നുള്ളത് കൊടുത്താൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സെറ്റപ്പും കാര്യങ്ങളും ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആമസോണിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ്. അപ്പം പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ സ്ലോ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റാർട്ടാവും. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും ഫുൾ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് വരാൻ. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹോട്ട്സ്റ്റാർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ നമുക്ക് സ്ഥിരം നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂട്യൂബിൻ്റെ ആപ്പ് ഡിഫോൾട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബ് എങ്ങനെയാണ് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫയർഫോക്സ് എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുക. ഫയർഫോക്സ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ കാണാം പിൻഡ് ടൈൽ എന്നുള്ളതിൽ യൂട്യൂബ് എന്നുള്ളത് കാണാം. അതിൽ നിന്ന് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആപ്പ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ നല്ലൊരു ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ഇതിലും ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീഡും നമുക്ക് യൂട്യൂബിന് കിട്ടുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ 10 MB/s സ്പീഡിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബഫറിങ്ങും കാര്യമില്ലാതെ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ മാക്സിമം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂട്യൂബ് ആയിരിക്കും. അപ്പോൾ ഫയർഫോക്സ് പോവുക പിന്നെ യൂട്യൂബ് സെലക്ട് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്താൽ ഒരു സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ സെർച്ചിൽ നമ്മൾ യൂട്യൂബ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിൻ്റെ സെർച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ആപ്പ് സ്റ്റോറിലുള്ള റിസൾട്ടാണ് വരൽ. അപ്പോൾ യൂട്യൂബ് സെലക്ട് ചെയ്യുക. യൂട്യൂബ് സെലക്ട് ചെയ്താൽ നമുക്ക് കുറച്ച് റിസൾട്ടും കാര്യങ്ങളും വരും. അതിൽ ഫസ്റ്റത്തെ റിസൾട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇത് യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഒന്നുമല്ല. യൂട്യൂബ് നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് പേജിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഡൗൺലോഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുകയാണ്.
അപ്പോൾ ഫയർഫോക്സിലായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഫയർഫോക്സ് എന്നുള്ളത് കൊടുത്തു, ആമസോൺ സിൽക്ക് എന്നുള്ളതിന് പകരം. ഇനിയിപ്പോൾ ആമസോൺ സിൽക്ക് എന്നുള്ള ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ പോലെ തന്നെ യൂട്യൂബ് ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ നോക്കിയാൽ കാണാം യൂട്യൂബിൻ്റെ ആപ്പ് വന്നിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൽ വോയിസ് സെർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് റിമോട്ട് നോക്കിയാൽ കാണാം ഇവിടെ വോയിസിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ഏത് സിനിമയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് പ്ലേ ആവും. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ആപ്പും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ആപ്പ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ആമസോൺ പ്രൈം വീഡിയോസ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു വോയിസിൻ്റെ അത് ഞെക്കി പിടിക്കുകയാണ്. എന്നിട്ട് അലക്സ പ്ലേ ഗല്ലി ബോയ്. ഇപ്പോൾ ഗല്ലി ബോയ് എന്നുള്ള ആ ഒരു സിനിമയുടെ ആ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ആമസോൺ പ്രൈമിൻ്റെ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സിനിമ പ്ലേ ആവും. ഇതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റിമോട്ടായിരുന്നു. കാരണം അതിൻ്റെ സ്ക്രോളിംഗ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ വോയിസ് സെർച്ചിൽ നമുക്ക് ഒരു 4-5 സെക്കൻഡിൻ്റെ ഡിലേ വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമല്ല. കാരണം ആമസോൺ പ്രൈം, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ഇതുപോലെ കുറച്ച് ആപ്പിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അധികം യൂസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം തോന്നിയത് നമ്മുടെ എന്തെങ്കിലും സാധനം ടൈപ്പ് ചെയ്യുമ്പോഴാണ്. അതായത് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ. കാരണം ഓരോരോ ലെറ്ററിൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അതിനുള്ള നല്ലൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ആമസോണിൻ്റെ തന്നെ ഫയർ ടി വി എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്കിൻ്റെ ആ ഒരു പേര് ഇവിടെ താഴത്ത് വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. നമ്മളോട് ഒരു OTP അടിക്കാൻ പറയും. അത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ നമ്മുടെ ടി വിയും ഇതുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടി വി ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം ഇവിടെ കീബോർഡിൻ്റെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആ ഒരു കീബോർഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈപ്പിംഗ് ഒക്കെ സിമ്പിളാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ APK ഫയൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ പ്ലേ സ്റ്റോർ ഇല്ല. ഇതിൽ നമ്മുടെ ആമസോണിൻ്റെ ഒരു സ്റ്റോറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ആപ്ലിക്കേഷനേ ഉള്ളൂ. ഈ ഒരു ടി വിക്ക് പറ്റിയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് മാത്രം. അതിലും അധികം ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ലൈവ് ടി വി സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മലയാളം ലൈവ് ടി വി ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മലയാളം ചാനൽസൊക്കെ ഇതിൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ സെറ്റിങ്സ് എന്നുള്ള ആ ഒരു ഇതിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ മൈ ഫയർ ടി വി എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ADB ഡീബഗ്ഗിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആപ്പ് ഫ്രം അൺനോൺ സോഴ്സ് എന്നുള്ളതും ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്പ് ടു ഫയർ എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നാൽ നമുക്ക് ഇവിടെ കാണാം സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ഫോർ ഫയർ ടി വി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളോട് ടി വിയിൽ ചോദിക്കും എലോ USB ഡീബഗ്ഗിംഗ് എന്നുള്ളത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണും അതുപോലെ തന്നെ ടി വിയും കണക്റ്റ് ആവും. പിന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. APK ടൈം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഒരു അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ എവിടെയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് അപ്ലോഡായിട്ട് അത് ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം പേജിലോട്ട് വന്നാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കിടക്കുന്നത് കാണാം. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ നിന്ന് കിട്ടും. അതായത് നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോറിൽ ഇല്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ലൈവ് ടി വി ഒക്കെ ഇതിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോയാൽ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ടി വിയുടെ ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് ഇതിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ HD സ്ട്രീംസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഡൗൺലോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഇൻസ്റ്റാളും ചെയ്യും. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക.
ഇപ്പോൾ HD സ്ട്രീംസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹോം പേജിലോട്ട് വന്ന് നോക്കിയാൽ ആ ഒരു ആപ്ലിക്കേഷന് അവിടെ കാണാം. HD സ്ട്രീംസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം കുറേ ചാനൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്ത്യൻ ചാനൽസ് മാത്രമല്ല, ബംഗ്ലാദേശ്, US അങ്ങനെ കുറേ രാജ്യത്തെ ചാനൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇന്ത്യ എന്നുള്ള സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ ഇവിടെ മുകളിൽ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ചാനൽസ് വരും. ഇതിൽ കുറേ മലയാളം ചാനൽസ് ഉണ്ട്. സൂര്യ മൂവീസ്, അതുപോലെ സൂര്യ മ്യൂസിക് ഉണ്ട്. പിന്നെ ഏഷ്യനെറ്റിൻ്റെ ഏകദേശം എല്ലാ ചാനൽസും ഉണ്ട്. ഏഷ്യനെറ്റ് പ്ലസ്, ഏഷ്യനെറ്റ് ന്യൂസ് ഇതൊക്കെ ഉണ്ട്. കൈരളിയുടെ ചാനൽസ്, മഴവിൽ മനോരമ, സീ കേരള, അങ്ങനെ ഏകദേശം മലയാളത്തിലുള്ള മെയിനായിട്ടുള്ള ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ചാനൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് റിമോട്ടിൽ ഞെക്കി പിടിച്ചാൽ നമുക്ക് ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചാനൽസൊക്കെ ആഡ് ടു ഫേവറേറ്റ് എന്നുള്ള അത് കൊടുത്തിട്ട് ആഡ് ടു ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ബാക്ക് അടിച്ചാൽ മുകളിൽ നോക്കിയാൽ കാണാം ഫേവറേറ്റ്സ് എന്നുള്ളൊരു സെക്ഷൻ. അപ്പോൾ ഫേവറേറ്റ് എന്നുള്ള സെക്ഷനിൽ പോയാൽ ഇവിടെ ഒരു ലവ് ചിഹ്നം കാണാം. അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ചാനൽ അവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചാനലൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. മിക്ക ഇതും ഇതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പ്ലേ കൊടുത്താൽ ഇപ്പോൾ ഏഷ്യനെറ്റ് ഇവിടെ പ്ലേ ആവുന്നുണ്ട്. വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഏഷ്യനെറ്റ് മൂവീസ് എല്ലാം പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്പിൽ എനിക്ക് തോന്നുന്നു ഇതിലുള്ള മിക്ക ചാനൽസും പ്ലേ ആവുന്നുണ്ട്. പിന്നെ ഇതിനോടുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യത്തെ ചാനൽ മാത്രമല്ല, അമേരിക്കത്തെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. അതായത് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ എയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം. അതായത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ആദ്യം ജിയോ TV ആയിരുന്നു ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിരുന്നത്. പക്ഷേ ജിയോ TV എന്തോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഇന്ത്യൻ ചാനൽസ് മാത്രമല്ല, അമേരിക്കത്തെ ചാനൽസും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോർട്സൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. പിന്നെ മലയാളം ചാനൽസ് ഓൾമോസ്റ്റ് എല്ലാ ചാനൽസും ഇതിലുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ജിയോ TV ഒക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇടാം. ചിലപ്പോൾ ഈ ഒരു ചാനലിലായിരിക്കില്ല, എൻ്റെ സെക്കൻഡ് ചാനലിലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ ലഭിക്കുന്നുണ്ട്. ആപ്സ് എന്നുള്ള സെക്ഷനിൽ ഫീച്ചേർഡ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഗെയിംസ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഗെയിംസ് കിട്ടുന്നുണ്ട്. ചെറിയ ഗെയിംസാണ്, ഹെവി ആയിട്ടുള്ള ഗെയിംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഗെയിംസാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഗെയിംസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ കുറച്ച് ഗെയിംസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഡിവൈസ് കുറച്ച് നേരം യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ യൂട്യൂബ് നല്ല രീതിയിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. അതായത് 1080 എന്നുള്ള ആ ഒരു റെസൊല്യൂഷനിൽ ഒരു ബഫറിങ്ങും ഒന്നുമില്ലാതെ തന്നെ ഫുൾ ടൈം പ്ലേ ആവുന്നുണ്ട്. പിന്നെ ഫോർവേഡ് അടിക്കുമ്പോഴും വലിയ ബഫറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറും ഒരു ലാഗും അതുപോലെ തന്നെ ഒരു ബഫറിങ്ങും ഇല്ലാതെ തന്നെ പ്ലേ ആവുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ യൂസ് ചെയ്യുന്നത് 10 MB/s സ്പീഡിലുള്ള കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. അപ്പോൾ ആ രണ്ട് ആപ്പും വലിയ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ ജിയോ സിനിമാസ് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് ചില ബഫറിംഗ് ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. അതായത് ഫുൾ HDയിലല്ല പ്ലേ ആവുന്നത്. ഇടയ്ക്ക് അത് ലോ ക്വാളിറ്റിയിലോട്ട് പോകും, ഇടയ്ക്ക് ബഫറിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളം ലൈവ് TV ആപ്പിൽ നമുക്ക് ബഫറിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലേ ആവുന്നുണ്ടായിരുന്നു. ആകെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് നമ്മുടെ ജിയോ TVയിലായിരുന്നു. അതായത് ഇടയ്ക്ക് ക്വാളിറ്റി കുറയും, ഇടയ്ക്ക് ബഫറിംഗ് ഒക്കെ വരും. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ബഫറിങ്ങും ഇല്ലാതെ പ്ലേ ആയിട്ടുണ്ട്.